ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു കൂൺ കറിയുടെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, 1.5 മുറി ഉള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 സ്പൂണാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ചേർക്കാം. ഉള്ളി ഏകദേശമായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-1.5 മുറിയോ തക്കാളി ഇതുപോലെ ചേർക്കാവുന്നതാണ്. തക്കാളി നമുക്ക് നന്നായിട്ട് അരച്ച പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ചാറ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനിന്ന് തേങ്ങ വറുത്തരച്ച ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ കുമിൾക്കറി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി ഇന്ന് അരക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. അരച്ച് ചേർക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡറുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മസാലകളൊക്കെ നമ്മുടെ ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് നമ്മുടെ കൂണിലേക്കൊന്ന് കിട്ടുന്നത് പോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോഴേക്കും ഈ കൂണിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് അരപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ എണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയായി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരകിയത്, ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്, അതൊരു 5 പീസ് ഉണ്ടാവും സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ കുമിൾക്കറി ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ്. അതാണ് എനിക്ക് നന്നായിട്ട് ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ വറക്കുന്നതിൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് എരിവ് അത്ര പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് അവസാനം കുറച്ച് കുരുമുളക് പൊടിച്ച് ചേർക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങ ഇപ്പം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി തയ്യാറാക്കുന്ന സമയത്ത് ആദ്യ ഭാഗങ്ങളിലൊന്നും നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ വറുത്തിട്ട് കറി വെക്കുമ്പോൾ നമ്മുടെ ഈ വറവ് തയ്യാറാക്കുന്നതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ കുറച്ചധികമായിട്ട് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ മല്ലിയുടെ ആ ഒരു മണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മുളക് പൊടി ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയാലും സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചെയ്യുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെ അരച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരല്പം ജീരകം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ജീരകവും ഇതുപോലെ തന്നെ ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകം നന്നായിട്ട് അങ്ങ് മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്താലും നന്നായിട്ട് തീ ഒരു ചൂട് നിൽക്കുമല്ലോ, ആ ഒരു സമയത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ അരപ്പ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂണിൽ നിന്നും എന്താ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഈ കൂണിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെയാണിത്. അപ്പോൾ നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. അതായത് നമുക്ക് ഈ ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോഴൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, തിളച്ച വെള്ളം ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരടുപ്പിൽ ഒരല്പം വെള്ളം കൂടി തിളക്കാൻ വേണ്ടി വെക്കുക. കുറച്ചൊന്ന് ചൂടായ വെള്ളമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കറിക്ക് ഒരു ടേസ്റ്റ് ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റേ നമ്മൾ പച്ചവെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് സമയം അതങ്ങനെ തിളച്ച ആ ഒരു ടേസ്റ്റ് കിട്ടാൻ കുറച്ചുകൂടി സമയം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അരച്ച ജാറിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളമാക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടും. പിന്നെ ഈ കൂണെന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ വലിയൊരു വേവൊന്നും ഇല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുക്കറിലിട്ട് നമ്മളത് വിസിലൊക്കെ അടിക്കുന്ന സമയത്ത് അതൊരു നന്നായിട്ട് വെന്ത് പായസമാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ അരവ് ചേർത്തിട്ട് ഒന്നിക്കലും നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം സമയം ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴൊന്ന് നോക്കുക. വെന്തിട്ടില്ല എന്നാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഈ കൂണും നമ്മുടെ ഈ അരപ്പും ഒക്കെ ഒന്നായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കറിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറി ഇവിടെ തയ്യാറാക്കാം. അപ്പോൾ ചിലർ കറിയിലേക്ക് ഉള്ളി വഴറ്റി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉള്ളി വഴറ്റി വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉള്ളി വഴറ്റി വയ്ക്കാവുന്നതാണ്. പിന്നെ ചിലർ അതുപോലെ തന്നെ ആ ഒരു ഗരം മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.